ജോൺ പെനിക്യൂഗും ആദ്യം ഈ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു തിരിച്ചു പോയ ആളാണ്. വേറെ ഒരു ബിക്കോസ് ആ മഴ നല്ലോണം കൂടി കഴിഞ്ഞാൽ ഒളിച്ചു പോകും. അത് 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫ്രണ്ട് വാളും ബാക്ക് വാളും മതില് അത് മാത്രമേ ഉള്ളൂ കല്ല്. അതും ചെറിയ കല്ലുകളാണ്, വലിയ വലിയ കല്ലുകളല്ല. കംഫർട്ടബിൾ ആയിട്ട് റിവർ ക്രോസ് ചെയ്ത് ഒഴുക്കിലൂടെ നടന്ന് കൊണ്ടുവരാൻ പറ്റുന്ന കല്ലുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ, ഈവൻ ഫ്രണ്ട് വാളും ബാക്ക് വാളും. അപ്പോൾ അതുകൊണ്ടാണ് ഡാം വീക്കാന്ന് പറയുന്നത്, ബിക്കോസ് ഫുൾ പൊത്തുകളാണ്. അത് 2500 കിലോ ആണ്, 2.5 ടൺസ് ഒക്കെയാണ് ഒരു സ്റ്റോൺ, ഒറ്റ സ്റ്റോൺ. അപ്പൊ ഇവിടെ ഈ മുല്ലപ്പെരിയാറിന്റെ നമ്മള് ഒരു കല്ലെടുത്ത് എത്ര വരും? 500 ഗ്രാം വരുമോ? അപ്പൊ ഈ ഏരിയയിൽ എവിടെ ഒരു മഴ പെയ്താലും, ഹൈ ഇന്റൻസിറ്റി റെയിൻഫോൾ വന്നാലും ആ വെള്ളം മുഴുവൻ ഈ ഡാമിലേക്ക് എത്തും. അപ്പോൾ ഒരിക്കലും ഒരു ഡാം തകരുമ്പോൾ വരുന്ന ആ ഫോഴ്സ് ഓഫ് വാട്ടർ അത് താങ്ങാനല്ല ഏതെങ്കിലും ഡാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇടുക്കി ഡാം, ആച്ച് ഡാം ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഡാം തകർന്ന് വരുന്ന വാട്ടറുടെ ഫോഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഡിസൈൻ അല്ല അതിന്. സാധാരണഗതിയിൽ നമ്മളൊരു ഫ്ലഡ് സിറ്റുവേഷനിലേക്ക് വെള്ളം പതുക്കെ ഇങ്ങനെ ലെവൽ കൂടി പോകുമ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാനൊക്കെ പറ്റും, അതിന് അത്രയും ഫോഴ്സ് ഇല്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, ഒരു ഡാം ഫെയിലിയർ വരുമ്പോൾ ആ സഡൻ ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ ഡാംസും തകരുമ്പോൾ 120 TMC ആയി മാറും. അപ്പോൾ അത്രയും വെള്ളം വരുമ്പോൾ ഇവൻ 2 TMC പൊട്ടുമ്പോൾ ഒരു സിറ്റിയൊക്കെ ഒലിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇത് ഒരു വൈഡ് ഏരിയ, 2 TMC പൊട്ടിയ കേസസിൽ പോലും ഒരു സിറ്റിയെ തകർക്കാൻ അത് മതി. ബിക്കോസ് ഇത് 850 അടി ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ റസൽജോയ് വിളിച്ചു വരുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്, പക്ഷെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അത്രയും ടൈംസ് ഒരു ആറ്റം ബോംബ് തന്നെയാണ്. സപ്പോസ് തേങ്ങ ഉടയ്ക്കുമ്പോൾ ആദ്യത്തെ അടിയിലൊന്നും പൊട്ടില്ലല്ലോ, ഒരു 4-5 അടി അടിക്കുമ്പോൾ ഏത് അടിയിലാണ് പൊട്ടുന്നത് നമുക്ക് പറയാനും പറ്റില്ല. ആർക്കും പിടിക്കാൻ പറ്റുമോ? ഈ ഭൂകമ്പത്തെ അതിജീവിക്കാനുള്ള രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഭവമില്ലേ? അത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല അല്ലേ? അങ്ങനത്തെ ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് 10-30-40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. റസൽ ജോയ് പറഞ്ഞ സൊല്യൂഷൻ കക്കി ഡാമിൽ നിന്ന് കൊടുക്കാമെന്നാണ്, പൈപ്പ് വഴി അത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ. അത് സൊല്യൂഷനാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ശ്രീധരൻ പറയുന്ന 1 ടണ്ണും കൂടെ കൊടുക്കാൻ. ഇത് ഫെയിൽ ചെയ്താൽ കൂടെ ഇടുക്കി ഡാം താങ്ങും. അപ്പൊ അതിന്റെ ഇടയിലാണ് നിങ്ങളൊക്കെ താമസിക്കുന്നത്. മിനിമം 1 ലക്ഷം പേരെങ്കിലും അവിടെ ഇല്ലേ ആ ഏരിയയില്? 1 ലക്ഷം പണ്ട്. നമ്മുടെ തന്നെ വക്കീലാണല്ലോ പറയുന്നത് അവിടെ ചെന്ന് ഇത് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് അല്ലേ? യെസ്, അതാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് പറയുന്നത്. അതെല്ലാം പഠിച്ചപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് കൂടുതൽ മനസ്സിലായത്. ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അണ്ണാൻകുഞ്ഞിനും തന്നാലേ എന്നൊരു പഴയ ചൊല്ലില്ലേ മലയാളത്തില്? ഒരു അണ്ണാൻകുഞ്ഞിന് പോലും ചെയ്യാൻ പറ്റുമെങ്കിൽ സാധാരണ ജനം എന്തുകൊണ്ട് വിചാരിക്കുന്ന അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്? പിന്നെ പേടിച്ചിട്ടും കാര്യമില്ല. പക്ഷെ ചെറിയൊരു പേടിയെങ്കിലും വേണം. ഇത് സീരിയസ് ആണ്, മാറ്റർ സീരിയസ് ആണ്. നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയം നമുക്ക് ദൈനംദിനം ആശങ്കകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം ഈ ഡാം, മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇതിന് ഒരു കുഴപ്പവുമില്ല, സുരക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എൻജിനീയറും കൂടിയായ പ്രമോദ് ജോഷ സൈമൺ സാറാണ്. സാറിനെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഹൈറേഞ്ച് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. നമസ്കാരം. സാർ, അതായത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷകർ, നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ 3.5 കോടി ജനങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 തട്ടായിരിക്കും അവർ. നമ്മളിപ്പോൾ ഏതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് 2 ഭാഗം പറയും അവർ. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം തന്നെ ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും ഇതൊക്കെ പറയാൻ, അല്ലെങ്കിൽ റസൽ ജോയെ പോലും ഇത് ഏത് വക്കീല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ആദ്യം പരിചയപ്പെടുത്താണ് ഈ പ്രമോദ് സാർ ആരാണ്, അതുപോലെ തന്നെ സാർ ഈ രംഗത്തേക്ക് വന്നത് എങ്ങനെയാണ്, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം, അതിന് കാരണം എന്താണ്, സാർ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഐ എം പ്രമോദ് ജോഷുവ സൈമൺ.
ഐ എം എൻ എഞ്ചിനീയർ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലാണ് പഠിച്ചത്. എൻ്റെ കരിയർ ഞാൻ പല ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തു. ഫ്രം ഫാർമ, പെയിൻറ്റ്, ഗ്ലാസ്, സ്പൈസസ്, ഫുഡ്, എയറോസ്പേസ്, പല സെക്ടറിലും വർക്ക് ചെയ്തതാണ്. ഓക്കെ. അപ്പോൾ പല സെക്ടർ പഠിക്കേണ്ടി വന്നു. ഏതെങ്കിലും ഒരു സെക്ടർ നമ്മൾ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഇറങ്ങി ചെന്ന് പഠിക്കണം. അതെ അതെ അതെ. അപ്പോൾ അത് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, നമ്മുടെ പാഷൻ അനുസരിച്ചാണ് അത് പഠിച്ചെടുക്കുന്നത്. അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതെ അതെ. ഇപ്പോ ഭാഗ്യവശാൽ ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ട് ഇപ്പോൾ 2-3 മാസം മുമ്പ് എനിക്കൊരു എന്തോ എൻ്റെ ഇൻറ്റ്യൂഷൻ പറഞ്ഞത് ഒരു ഡേഞ്ചർ ഇതാണ്. ഇടയ്ക്ക് കാണുന്നതാണ്, നമ്മൾ എല്ലാ ന്യൂസിലൊക്കെ കാണും. മഴ വരുമ്പോൾ കുറച്ച് ഇതിനെപ്പറ്റി കൂടുതൽ ഇത് കാണും. തീർച്ചയായിട്ടും. പക്ഷെ ഇതെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഡേഞ്ചർ മനസ്സിലായതും. ഓ. ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ നോളജ് ബേസ് മാത്രമല്ല, ഇതിപ്പോൾ IIT ഡൽഹി ആണെങ്കിലും, IIT റൂർക്കി ആണെങ്കിലും, IIC ബാംഗ്ലൂർ ആണെങ്കിലും, സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, അതെ. UN ബോഡി, UN അക്കാഡമിക് വിങ്, എല്ലാവരും സ്റ്റഡി നടത്തിയതിലെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ റിപ്പോർട്ട്സ് എല്ലാം ഈസിലി ആക്സസിബിൾ ആണ്. അറ്റ്ലീസ്റ്റ് നമുക്കത് സാമാന്യ ഒരു കുറച്ച് നേരം മെനക്കെട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടും, അവർ പറഞ്ഞിട്ടുള്ള വേർഡിങ് അടക്കം. ഓക്കെ. അതെ അപ്പൊ അതിലെല്ലാം കാണിച്ചിരിക്കുന്നത് ഈ ഡാം അൺസേഫ് ആണ് അറ്റ് എ ഹയർ വാട്ടർ ലെവൽ ഓർ ഇൻ എ എർത്ത് കണ്ടീഷൻ. ഓ ശരി ശരി. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, ഇപ്പം ഇതിൻ്റെ ഈ ഡാമിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ടൈം, ആ ടൈമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിനെ പറ്റി വേണ്ടത്ര പഠനം നടത്താതെയാണ് അല്ലെങ്കിൽ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. അതായത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പണിത് നമ്മുടെ പെനിക്കൊക്കെ അല്ലേ, പെനിക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തതാണ്, അല്ലെങ്കിൽ വേണ്ടത്ര ഇതിനെപ്പറ്റി പഠനം നടത്താതെയാണ് പണിതത് എന്നൊക്കെ സാറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ മറ്റ് പലരും പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, എങ്ങനെയാണ് ഇത്? ഇങ്ങനത്തെ ഡാം പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമുണ്ട്. മുമ്പേ ഒരു ട്രൈ ചെയ്താണ്, പലരും ഫെയിൽ ചെയ്താണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞ്, ഇമ്പോസിബിൾ ടാസ്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. അങ്ങനെയാണ് ജോൺ പെനിക്വിക്കും ആദ്യം ഈ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയ ആളാണ്. വേറൊരു ബ്രിട്ടീഷുകാരനെയും കൂടെ അയച്ച് ഒരു സെക്കൻഡ് ടൈം ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന രീതിയിൽ വന്നിട്ട് പിന്നെ അത് ടേക്കപ്പ് ചെയ്താണ്. ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഫെയിൽ ചെയ്താണ്. ഇത് സാധാരണഗതിയിൽ ഒരു ഡാം പണിയുമ്പോൾ, സപ്പോസ് ഡാം പണിതിട്ട് അതിലേക്ക് പണിത് കഴിഞ്ഞിട്ട് വെള്ളം അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് അങ്ങനെയല്ല, ഒഴുകുന്ന റിവറിനെതിരെയാണ് പണിയുന്നത്. ഇപ്പൊ വെള്ളം ഒഴുകിക്കുമ്പോൾ അതിനകത്ത് പണിയാൻ എളുപ്പമല്ല. അപ്പൊ ആദ്യം അത് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വെള്ളം ഒഴുക്കം ഉള്ളപ്പോൾ പണിതുകൊണ്ടിരിക്കണം. ആൻഡ് വളരെ കുറച്ച് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ബിക്കോസ് ആ മഴ നല്ലോണം കൂടി കഴിഞ്ഞാൽ ഒളിച്ചു പോകും. അത് 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. വെള്ളം മഴയുടെ ഒഴുക്ക് കൂടി കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി കഴിഞ്ഞാൽ ഇത് നടക്കില്ല. അതായത് ഈ മുല്ലയാറിനെയും പെരിയാറിനും ചേർന്ന് അതിന് ക്രോസ് ചെയ്താണല്ലോ പണിയുന്നത്, ക്രോസ് ചെയ്യാനുള്ള പണിയാണ്. ഓ അത് ശരി. അപ്പം അന്ന് ഈ പണി നടക്കുമ്പോഴും ശക്തമായ വെള്ളമുണ്ട്, ഒഴുക്കുണ്ടല്ലേ? ഒഴുക്കുണ്ട്, പക്ഷെ അത് ബ്ലോക്ക് ചെയ്ത് സ്റ്റേജ് ബൈ സ്റ്റേജ് കെട്ടിപ്പോയതാണ്. അപ്പൊ ഈ പണി തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഫൗണ്ടേഷൻ വീക്കാന്നുള്ള മനസ്സിലായത്. ഫൗണ്ടേഷന്റെ നടുക്ക് അക്രോസ് ഡാം സൈറ്റില് സെന്റർ ഒരു ക്രിവൈസ് ഉണ്ട്. ഇങ്ങനെ ക്രിവൈസ്, ഡീപ് ക്രിവൈസ്, 14-18 ഫീറ്റ് ഡെപ്തില്. ഓക്കെ. അപ്പൊ അത് ഫില്ല് ചെയ്തിട്ടാണ് പണിതിരിക്കുന്നത്. സാധാരണഗതിയിൽ ഡാമിന്റെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അത് റോക്ക് ഫൗണ്ടേഷനിൽ പ്രഷർ ഗ്രൗട്ട് ചെയ്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് അങ്ങനെയല്ല, ഇത് ഫില്ല് ചെയ്തൊരു ഫൗണ്ടേഷനാണ്. ഓക്കെ. പിന്നെ ഇത്രയും സ്പീഡിൽ ചെയ്യുന്നത് കൊണ്ട് പുള്ളി കോൺക്രീറ്റ് ഡാം ആക്കാനാണ് തീരുമാനിച്ചത്. കല്ല് വെച്ചല്ല അത് പണിതിരിക്കുന്നത്. എല്ലാവരും വിചാരം കല്ല് വെച്ച് പണിതിരിക്കുന്ന ഡാമാണ്. അല്ല, ഇത് കോൺക്രീറ്റ് ഡാമാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോൺക്രീറ്റ് ഇല്ല. ഇന്നത്തെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് കമ്പിയും സിമെന്റും ഉണ്ട്. ഇതിലതൊന്നുമില്ല. ലൈം സുർക്കിയാണ് മെയിനായിട്ട്. അന്ന് മധുരയിൽ നിന്ന് കൊണ്ടുവന്ന് 80-80 ടൺസ് പെർ ഡേ ആണ് ലൈം കൊണ്ടുവന്നിരിക്കുന്നത് ഈ യൂസിന്. പിന്നെ ബാക്കിയുള്ള സുർക്കി എന്ന് പറഞ്ഞാൽ ബേൺഡ് ബ്രിക്ക് പൗഡറാണ്, ഇഷ്ടിക പൊടിച്ചത്. ഓക്കെ. ആൻഡ് ബാക്കിയുള്ളത് ക്രഷ് സ്റ്റോൺ ആണ്. അന്ന് ജോൺ പെനിക്വിക്ക് എഴുതി വെച്ച ഡോക്യുമെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് 6 ഡിസൻറ്റിഗ്രേറ്റർ, 200 HP ടർബൈൻ പവർ ചെയ്ത് 6 ഡിസൻറ്റിഗ്രേറ്റർ ഉപയോഗിച്ചാണ് സ്റ്റോൺ ക്രഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ റോഡ് പണിയൊക്കെ കാണുന്നില്ലേ, എന്താ ചെയ്യുന്നത്, നമ്മൾ മിക്സർ മെഷീനിലേക്ക് സ്റ്റോണും സിമെന്റും എല്ലാം കൂടെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി മിക്സ് ഒഴിക്കില്ലേ, അതേ പ്രൊസീജിയറാണ് ഇത് ഡാം. അത് വെച്ചാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ
ഏറ്റവും വലിയ റിസ്ക്. ആ അപ്പൊ അതിന്റെ ഫ്രണ്ട് വാളും ബാക്ക് വാളും മതില് അത് മാത്രമേ ഉള്ളൂ കല്ല്. അതും ചെറിയ കല്ലുകളാണ്, വലിയ വലിയ കല്ലുകളല്ല. ഒരാൾക്ക് അല്ല മാക്സിമം രണ്ടാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് റിവർ ക്രോസ് ചെയ്ത് ആ ഒഴുക്കിലൂടെ നടന്ന് കൊണ്ടുവരാൻ പറ്റുന്ന കല്ലുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ, ഈവൻ ഫ്രണ്ട് വാളും ബാക്ക് വാളും. ഓക്കെ, ബാക്കി മെയിൻ ഡാം 70-80% പോർഷൻ ഓഫ് ദ ഡാം ഈ പറയുന്ന കോൺക്രീറ്റ്, പഴയ ടൈപ്പ് കോൺക്രീറ്റ് ആണ്. ചെറിയ കല്ലുകൾ ക്രഷ് സ്റ്റോൺ വെച്ച് പണിതേക്കുന്നതാണ്. അതിൽ യൂസ് ചെയ്ത മോട്ടർ എന്ന് പറഞ്ഞാൽ ലൈം മോട്ടറാണ്. ആ ലൈം മോട്ടർ ഇതിൻ്റെ സുപ്രീം കോടതി ഓർഡർ പ്രകാരം ആ സാമ്പിൾ കളക്ട് ചെയ്യാൻ ഒരു ഓർഡർ ഉണ്ടായി. സാമ്പിൾ കളക്ട് ചെയ്ത് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി കേരള തമിഴ്നാട് ടീം രണ്ടും കൂടെ എഞ്ചിനീയേഴ്സ് ട്രൈ ചെയ്തിട്ട് ഒരാഴ്ച ട്രൈ ചെയ്തിട്ട് ഒരു സാമ്പിൾ പോലും കിട്ടിയിട്ടില്ല, എല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡാം വീക്കാന്ന് പറയുന്നത്, ബിക്കോസ് ഫുൾ പൊത്തുകളാണ്. ഈ പൊത്തുകളാന്നുള്ളത് ഈവൻ ഈ തമിഴ്നാട് നടത്തിയ സ്ട്രെങ്തനിങ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഒരു ക്യാപ് സ്റ്റോൺ പോലെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡാമിന്റെ. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വരാം. അതെ തീർച്ചയായിട്ടും വരാം, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ ചുരുക്കി പറയുകയാണെങ്കിൽ സാറ് പറയുന്നത് ഈ ഡാമിനകം പൊള്ളയാണെന്ന് തന്നെയാണ് പറയുന്നത്. പൊള്ളയാന്ന് ഒരു സംശയമില്ല. ഒരു സംശയമില്ല, ബിക്കോസ് ഇത് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. 129 വർഷമായിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. 95 അടി വെള്ളം ഹൈറ്റ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതിൽ താഴെ പോയിട്ടില്ല. ഓക്കെ സർ, അപ്പോൾ ഈ ഡാം ജനങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഡീകമ്മീഷൻ ചെയ്യാണ് ഏക പരിഹാരം എന്ന് പറയാനുള്ള കാരണം ഒന്ന് പറയൂ സർ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത്രയും ഹൈറ്റിൽ 850 അടി ഹൈറ്റിൽ കൊണ്ട് ഒരു ഡാം പണിത് വെക്കുന്നത് 850 മീറ്റേഴ്സ് അല്ലേ, സോറി അടിയല്ല, 850 മീറ്റർ ഹൈറ്റിൽ ഒരു ഡാം കൊണ്ടേ പണി, അത് തന്നെ സൂസൈഡാണ്. ബിക്കോസ് ഒരു ഫെയിലിയർ എന്ത് കാരണം വെച്ചും ഫെയിലിയർ വരാം, മനസ്സിലായോ? ഇപ്പോൾ എർത്ത് ക്വേക്ക് സോൺ ആണത്. ഒരു നല്ലൊരു എർത്ത് ക്വേക്ക് വന്നാൽ ഒരു പുത്തൻ ഡാം പോലും ഫെയിൽ ചെയ്യാം. ഇന്ന് ടെക്നോളജി ഉണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷെ എത്രയോ പുതിയ ഡാംസ് കമ്മീഷനിങ് പീരീഡിൽ തന്നെ ഫെയിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി വെച്ച് തന്നെ. അപ്പം അതായത് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഡാം സുരക്ഷിതമാണ്, ഇത് ഒരിക്കലും തകരില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരുടെ എല്ലാ അവകാശവാദം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല സാർ, ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം ഒരിക്കലും തകരില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ ഇന്ന് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് എല്ലാം കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാംസ് ആണ് പണിയുന്ന മുഴുവൻ. അതായത് ഒന്നുകൂടെ ഒന്ന് അതിനെ വ്യക്തമായിട്ടൊന്ന് പറയാം. സാധാരണ ഗ്രാവിറ്റി ഡാം ആയിട്ട് പണിയുന്നതെല്ലാം കോൺക്രീറ്റ് വെച്ചാണ്, ഓക്കെ, പക്ക റെയിൻഫോഴ്സ്ഡ് ബാർസ്, അയൺ ബാർസിൽ അതിന് പറ്റിയ സിമെന്റും എല്ലാം യൂസ് ചെയ്തതാണ്. ഇത് അങ്ങനത്തെ അല്ലല്ലോ. പിന്നെ ഇത് ഫുൾ പൊത്താണല്ലോ. കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ യൂണിറ്റ് അല്ലേ, അപ്പോൾ ഒരു ഹോൾ ബ്ലോക്ക് അതിന്റെ വെയിറ്റ്, ഇത് ഫുൾ പൊത്താണല്ലോ. പൊത്താവുമ്പോൾ അപ്ലിറ്റ് ഫോഴ്സസ് ഭയങ്കര ഹൈ ആയിരിക്കില്ലേ, വെള്ളം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും സൈഡിലൂടെ. ഇപ്പൊ ഇത് വാട്ടർ അപ്സ്ട്രീം വാൾ എന്ന് പറയുന്നത് അതിലും പൊത്തുകളുണ്ട്, ബിക്കോസ് അതിലും ഉപയോഗിച്ചിരുന്ന ഇതേ ലൈം സുർക്കി മോട്ടറാണ്, അല്ല സിമെന്റ് അല്ല. ആൻഡ് അതിൽ ഫുൾ ഡാമേജസ് ഉണ്ട്. ഇപ്പൊ ഈ 105 അടി ഹൈറ്റിന് മുകളിലേക്കുള്ള വിസിബിൾ പോർഷനാണ് തമിഴ്നാട് എപ്പോഴും പെയിന്റ് അടിച്ച് കുട്ടപ്പനായിട്ട് വെക്കുന്നത്. അടിയിലേക്കൊന്നും ചെയ്തിട്ടില്ല, അടിയിലത്തെ ലീക്സ് ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം റെക്കോർഡിലുണ്ട്. അടിയിൽ ആ ഈവൻ ഫ്രണ്ട് ഫേസിങ് വാളിൽ ഹോൾസ് ഉണ്ടെന്നുള്ളതെല്ലാം റെക്കോർഡിലുണ്ട്. ബിക്കോസ് സബ്മേഴ്സിബിൾ വെച്ച് അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടില്ല. ശരി, അതായത് ഇപ്പൊ സാർ ഇപ്പം ഒരു ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ നിന്ന് തന്നെ കണ്ടതാണ്. ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇപ്പം ഈ എന്താ പറയാ ഒരു ഗ്രാവിറ്റി ഉണ്ടാക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കല്ലുകൾക്ക് നല്ല ഭാരം കൂടിയ കല്ലുകളായിരിക്കും, എന്നാൽ ഇവിടെ അതല്ല അല്ലെ, അങ്ങനെ ഒരു സാർ പറഞ്ഞിരുന്നല്ലോ അല്ലെ? ഇത് ഇപ്പൊ ജോൺ ബെനക്യൂങ്ങിന്റെ ഡോക്യുമെന്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കല്ല് വെച്ച് പണിയായിരുന്നു, പക്ഷെ 2 കൊല്ലം കൂടെ എക്സ്ട്രാ എടുത്തേനെ, അവർക്ക് ടൈം ഇല്ലായിരുന്നു. കല്ല് വെച്ച് പണിയായിരുന്നെങ്കിൽ ഈ പറയുന്ന ആർഗ്യുമെന്റ് ശരിയാണ്, പക്ഷെ ഇത് കല്ല് വെച്ചല്ല പണിതിരിക്കുന്നത്, ഇത് ക്രഷ് സ്റ്റോൺ ആണ്. അതായത് ഈ ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ഉള്ള കല്ലുകൾ വേണം അല്ലേ സാർ? ഗ്രാവിറ്റി ഡാം അല്ലെങ്കിൽ ഗ്രാവിറ്റി ഒരു സംഭവം ഗ്രാവിറ്റി ആണെങ്കിൽ എന്താ അതിന് വെയിറ്റ് ആണ് അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പിരമിഡ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അടിയത്തെ സ്റ്റോൺസിനൊക്കെ നല്ല വെയിറ്റ് അല്ലേ വരുന്നത്? അത് 2500 കിലോ ആണ്, 2.5 ടൺസ് ഒക്കെയാണ് ഒറ്റ സ്റ്റോൺ. അപ്പൊ ഇവിടെ ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ
മുല്ലപ്പെരിയാറ് നമ്മള് ഒരു കല്ലെടുത്ത് എത്ര വരും? 500 ഗ്രാം വരുമോ? അയ്യോ എന്നിട്ടാണോ അവര് അപ്പൊ ഇത് സത്യം പറഞ്ഞ ഇതൊന്നും അറിയാതെയാണ് ഈ ആൾക്കാർ ആളുകൾ ഇത് പറയുന്നേ. ഗ്രാവിറ്റി ഡാം ആണ് ഇത്. ഒന്നും അറിയാതെയാണ്. ബിക്കോസ് ഈ ഡോക്യുമെന്റ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷെ ആരും മെനക്കെടില്ല. വായിച്ചു നോക്കാൻ കുറച്ച് പാടാണ്, അപ്പൊ ആരും മെനക്കെടുന്നില്ല. അതാണ് എന്താ പറയാ, അത് വായിച്ചു നോക്കാതെയാണ് ഈ വിളിച്ചു പറയുന്നതൊക്കെ. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്, ഇങ്ങനെ പടുതിട്ടേക്കുന്നതാണല്ലോ. അതെ ആ ബോക്സിനകത്ത് എന്താന്നുള്ള ആരും നോക്കുന്നേ ഇല്ല. ഇതിന്റെ മോൾ വശം കാണാം, 105 അടി 110 അടിയുടെ മുകളിൽ കാണാം, അതെ അതെ അല്ലെങ്കിൽ ഇപ്പൊ 126 അടിയോ എത്ര വെള്ളമുള്ളത്, 128 അടി, അതിന്റെ മുകളിലേക്ക് കാണാം. ആ അതെ മുകളിലേക്ക് കാണുന്ന പോർഷൻ മാത്രം കുട്ടപ്പനായിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ സത്യമായിട്ടും. ഇപ്പം അതായത് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ ഒരു എന്താ പറയുക ഒരു കൗതുകം തോന്നുന്നത്. അതായത് സാറും അതുപോലെ തന്നെ നമ്മുടെ റസൽ ജോയ് സാറും കൂടെ ഉള്ള ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ഡാം നമ്മുടെ ഏതുപോലാണ്, മധുര മീനാക്ഷി ക്ഷേത്രം പോലെ അല്ലെങ്കിൽ ആ ക്ഷേത്രം പോലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും റസൽ സാറ് പറഞ്ഞേക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് അത് കരയിലാണ് കരയിലാണ്, നിൽക്കുന്നത്, ഇത് വെള്ളത്തിലാണെന്ന് പറയുന്നത്. വെള്ളത്തിൽ നിൽക്കുന്ന സ്ട്രക്ചർ, അതും ലൈം വെച്ച് പണിയുമ്പോൾ ആ ലൈം മുഴുവൻ ഒലിച്ചു പോയത് എന്തുകൊണ്ടാ? അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും, അത് ലീച്ചിങ്. അതെ ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഒരു ആസിഡിക് വെള്ളത്തിലാണ് നിൽക്കുന്നത് അത് അടി. പിന്നെ ഫൗണ്ടേഷൻ തുടക്കം തൊട്ട് വളരെ വീക്കാണ്. ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ സമയത്ത് 20 അടി ഹൈറ്റ് വരെ വെള്ളം നിറച്ചപ്പോ ഫൗണ്ടൻ പോലെ ഇങ്ങനെ പൊങ്ങി വരികയായിരുന്നു താഴ്ന്ന്. എന്നിട്ട് സ്പെഷ്യലായിട്ട് പോർട്ട്ലാൻഡ് സിമെന്റ്, അന്നും സിമെന്റ് ഉണ്ട്, പോർട്ട്ലാൻഡ് സിമെന്റ് ഉപയോഗിച്ച് ആ ഹോൾസ് ഒക്കെ അടച്ചിട്ടാണ് മുമ്പോട്ട് പോയത്. ഫൗണ്ടേഷൻ ഭയങ്കര വീക്കാണ്. അത് 20, അപ്പോ അത്രയും വീക്ക് ഫൗണ്ടേഷനിൽ പണിതേക്കുന്ന സാധനം. അപ്പോൾ അടിയിൽ നിന്ന് ലീക്സും ഈ ലൈം എല്ലാം ലീച്ച് ചെയ്തിട്ട് അതിന്റെ അസിഡിക് മീഡിയത്തിൽ കിടക്കുന്ന ഇത്രയും കൊല്ലമായിട്ട് 129 വർഷം. അപ്പൊ ആ അടിയിലത്തെ കണ്ടീഷൻ ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ ആദ്യം തൊട്ട് ഭയങ്കര ലീക്സും സീപ്പേജ് എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് ലീക്സ് ആദ്യം തൊട്ടുണ്ട്. അത് കൂടി വരുമ്പോഴായിരുന്നു ഇടയ്ക്ക് റിപ്പയർ. ഈ റിപ്പയർ എന്ന് പറഞ്ഞാൽ ഹോൾസ് അടയ്ക്കുക എന്നുള്ളതാണ്. ലീക്ക് കൂടി വന്നാൽ തന്നെ ഒരു ഡാം ഫെയിൽ ചെയ്യാം. അതുകൊണ്ട് ഹോൾസ് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് പണ്ടോട്ടെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ സർ. അപ്പൊ ഈ കുറച്ച് വർഷങ്ങളായിട്ട് കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്കും ഈ ഡാമിന് എത്രത്തോളം ഭീഷണിയാണ് ഇത് ഈ അതിനെപ്പറ്റി പ്രത്യേകം സാറിന്റെ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതൊരു ഭയങ്കര ഭീഷണിയാണ് ഈ കാലാവസ്ഥയിലുള്ള ചേഞ്ച്. ബിക്കോസ് പണ്ട് നമുക്ക് ക്ലൗഡ് ബേഴ്സ് ഇല്ലായിരുന്നു. ക്ലൗഡ് ബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയയിലേക്ക് ഹൈ റെയിൻഫോൾ, ചെറിയ ഏരിയയിലേക്ക്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഡാമിന്റെ റിസർവോയറിന്റെ കാച്ച്മെന്റ് ഏരിയ, മഴ ഏതൊക്കെ ഏരിയയിൽ പെയ്താലാണ് ഈ റിസർവോയറിലേക്ക് ആ വെള്ളം വരുന്നത്, അത് ഭയങ്കര ഹ്യൂജ് ആണ്. അത് 450 സ്ക്വയർ കിലോമീറ്റേഴ്സ് അങ്ങനെയാണ് ആ കണക്ക്. ഞാൻ ആ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സാക്ട് ഓർക്കുന്നില്ല. ഏതാണ്ടാണ് അതിന്റെ. അത് ഈ റിസർവോയറിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ആ കാച്ച്മെന്റ് ഏരിയ ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ ഈ ഏരിയയിൽ എവിടെ ഒരു മഴ പെയ്താലും, ഹൈ ഇന്റൻസിറ്റി റെയിൻഫോൾ വന്നാലും ആ വെള്ളം മുഴുവൻ ഈ ഡാമിലേക്ക് എത്തും. അതാണ് റിസ്ക്. അപ്പൊ വാട്ടർ ലെവൽ വളരെ ഹൈ ആയിട്ട് പെട്ടെന്ന് കൂടും. ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു, ഇതില് ഡാമിൽ പണി നടക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട്, എവിടെയോ ആ ഏരിയയിൽ എവിടെയോ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 5 അടിയാ വെള്ളം കൂടിയ ഒറ്റയടിക്ക്. ഇതിന്റെ 5 അടി. അപ്പൊ ഇതിന്റെ വലിയ പ്രശ്നം 13 ഷട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചാലും വാട്ടർ ലെവൽ കൂടും. ബിക്കോസ് പുറത്തേക്ക് പോകുന്ന കപ്പാസിറ്റി വേഴ്സസ് ഇൻകമിങ് ഇത് ഹ്യൂജ് വ്യത്യാസമാണ്. അതാണ് ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ ഇമാജിൻ നമ്മളെ 2012 ഫ്ലഡ് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രി സംഭവിക്കുന്നത് ഇതെല്ലാം ഇത്രയും 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ജനത്തിന്റെ ജീവൻ ഡിപ്പെൻഡ് ചെയ്യുന്ന അവിടുത്തെ എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ടോ അവിടെ? 1-2 പേരോ? എന്തായാലും അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ? ഉണ്ടാവില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഫെയിലർ ഉണ്ടായാലോ, കഴിഞ്ഞില്ലേ? അത് സമയത്തിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ. ബിക്കോസ് ഹയർ വാട്ടർ ലെവൽ or an earthquake even above 4 on the Richter scale, 6 എന്നാണ് IIT റിപ്പോർട്ട്സിലൊക്കെ പറഞ്ഞേക്കുന്നത്. പക്ഷെ അതൊന്നും ഈ ഡാമിന്റെ വീക്ക്നെസ് അത്രയും കൺസിഡർ ചെയ്തിട്ടില്ല അതിലൊന്നും. ഒരു സാധാരണ നോർമൽ ഇത് വെച്ചുള്ള കാൽക്കുലേഷനാണ്. അപ്പൊ അങ്ങനെ ഒരു എർത്ത് ഉണ്ടെങ്കിൽ ഇത് പൊട്ടും. സാർ അങ്ങനെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ, എന്നാൽ ഒരു വിഭാഗം തന്നെ ആൾക്കാർ പറയുന്നത്
നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇടുക്കി ഡാം ഉണ്ടല്ലോ, ഇടുക്കി ഡാം നമ്മളെ താങ്ങിക്കോളും, അത് പ്രശ്നമില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ ഈ ചരിത്രപരമായിട്ട് ഒരു അണക്കെട്ട് തകരുമ്പോൾ താഴത്തെ എല്ലാ അണക്കെട്ടും തകരുമെന്ന് തന്നെ സാറ് പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താ സാറിൻ്റെ അഭിപ്രായം? സി ഓരോന്ന് നമ്മൾ പണിയുമ്പോൾ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഡിസൈൻ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഡാം തകരുമ്പോൾ വരുന്ന ആ ഫോഴ്സ് ഓഫ് വാട്ടർ അത് താങ്ങാനല്ല ഏതെങ്കിലും ഡാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇടുക്കി ഡാം ആർച്ച് ഡാം ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഡാം തകർന്ന് വരുന്ന വാട്ടറുടെ ഫോഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഡിസൈൻ അല്ല അതിന്. എക്സാക്ട്ലി. അത് സാധാരണഗതിയിൽ വാട്ടർ ലെവൽ അനുസരിച്ചുള്ള ഡിസൈനാണ്. വെള്ളം പിന്നെ സാധാരണഗതിയിൽ ഈ തകർച്ചയൊക്കെ വരുന്ന ഹൈ വാട്ടർ ലെവൽ ഉള്ളപ്പോഴാണ്. ഇടുക്കി ഡാം ഫുള്ളായിരിക്കും, ഇവിടെയും ഫുള്ളായിരിക്കുന്ന സമയത്താണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ താങ്ങും. പിന്നെ ഈ ഫോഴ്സ് വരുമ്പോൾ ആർച്ച് ഡാം കുറച്ചു നേരം പിടിച്ചു നിന്നാൽ പോലും മറ്റേ ചെറുതോണി ആർച്ച് ഡാം അല്ലല്ലോ, അത് സ്ട്രേറ്റ് ഡാമാണ്, ഇത്രയും വീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ചെറുതോണി താങ്ങുമോ? പിന്നെ കുളമാവ് ഡാമിന്റെ ഒരു മഡ് വാൾ ഉണ്ട്, അതിന്റെ വീഡിയോ ഇപ്പോഴും ആർക്കെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും. ലോകത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ഡാം എന്ന് പറയുന്നത് കുളമാവി ആ മഡ് വാൾ ഉള്ളതുകൊണ്ട് അത് ഒരിക്കലും താങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്കൊരു എന്താ പറയാ, ഇതൊരു സുനാമിക്കൊക്കെ നമുക്ക് ഫോഴ്സ് എങ്ങനെയാന്ന് കണ്ടിട്ടില്ലേ, വെള്ളത്തിന്റെ ഫോഴ്സ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു ഫ്ലഡ് സിറ്റുവേഷനിലേക്ക് വെള്ളം പതുക്കെ ഇങ്ങനെ ലെവൽ കൂടി പോകുമ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാനൊക്കെ പറ്റും, അതിന് അത്രയും ഫോഴ്സ് ഇല്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, ഒരു ഡാം ഫെയിലിയർ വരുമ്പോൾ ആ സഡൻ ഫോഴ്സിലാണ് വരുന്നത്. ഇത് എം ശശിധരനാണ് ഇതിൽ പുള്ളി വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്ലോപ്പിലാണ് വരുന്നത്, ഒരു ടണൽ ലൈക്ക് ഇതിലൂടെ ഒഴുകി വരുന്നത്, ഒരു 15 കിലോമീറ്റർ. അങ്ങനെ ആ ഫോഴ്സിലാണ് ഒഴുകി വരാൻ പോകുന്നത് ഇടുക്കിയിലേക്ക്. അപ്പൊ ആ ഫോഴ്സ് താങ്ങില്ല. ഇത് എത്ര ആറ്റം ബോംബിന്റെ പലരും കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ പിന്നെ അത് വെരിഫൈ ആയിട്ടില്ല അതുകൊണ്ട്. പക്ഷെ 180 ആറ്റം ബോംബ്സിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ആ ഹോൾഡ് ചെയ്യുന്ന എനർജി. അതെ സർ, ഇപ്പോ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ഈ ഡാം ഡിസാസ്റ്റർ ആണ് ഇതെന്ന് പറയുന്നുണ്ട് അല്ലേ? അത് ശരിയല്ലേ? അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഡാം ദുരന്തം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ദുരന്തമാണെന്നാണ് അവർ പറയുന്നത്. ന്യൂയോർക്ക് ആ റിപ്പോർട്ട് മാത്രമല്ല, ഈവൻ യുഎന്റെ റിപ്പോർട്ടുണ്ട്, 50,000 ഡാംസിനെ സ്റ്റഡി ചെയ്തിട്ട്. ആ റിപ്പോർട്ടിൽ പോലും സ്റ്റാർ ആണ് നമ്മുടെ മുല്ലപ്പെരിയാർ. കേരളത്തിൽ നിന്ന് ഒരു സ്റ്റാർ, ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഒരു ഇടം കണ്ടുപിടിച്ച ഒരു ഇതാണ്. ഇപ്പൊ വേൾഡ് ഡാംസിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഡാമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ. ഓ അത് ശരി. ഇപ്പം അതായത് ഇപ്പം ഈ പഠനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ അതായത് ഈ സേഫ്റ്റിയുടെ ടെക്നിക്കൽ റിപ്പോർട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് IIT റൂർക്കി, IIT ഡൽഹി, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതുപോലെ ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി, CESS ട്രിവാൻഡ്രം, ഇവരെല്ലാം വ്യക്തമായിട്ട് പറയുന്നത് സാധാരണക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഇവരെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത് 3 കാര്യങ്ങളാണ്. ഡാം സ്ട്രക്ചർ വീക്കാണ്, അത് നമുക്ക് ഓൾറെഡി അറിയാം സ്ട്രക്ചർ എന്തുകൊണ്ട് വീക്കാന്നുള്ളത്. ബിക്കോസ് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ അതിന്റെ മോട്ടർ മുഴുവൻ പോവുകയാണെങ്കിൽ, പണ്ടൊക്കെ പണിതുകൊണ്ടിരുന്ന റേഷ്യോ 50-50 ആണ്. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല, പണ്ട് തൊട്ടേ മോട്ടർ, ഈ ലൈം സുർക്കി മോട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോട്ടർ വേഴ്സസ് സ്റ്റോൺ, ആ റേഷ്യോ 50-50 ആണ് നോർമലി. അപ്പൊ 60-40 പലരും പല റേഷ്യോ ഉപയോഗിക്കാം. അന്നത്തെ കാലത്ത് 50-50 ആയെന്നാണ് ഞാൻ കുറച്ചൊക്കെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. പക്ഷെ അത് ക്ലിയർ റേഷ്യോ എനിക്ക് അറിയത്തില്ല. ഓക്കെ, അറിയുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എങ്ങനെയായാലും 50-50 ആണെങ്കിൽ ആ മേജർ ഡാം പോർഷനിലെ 50% ഇപ്പൊ പൊള്ളയാന്നുള്ള അർത്ഥം. ചിലപ്പോ ഈ ഡാം തകർന്നാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എത്രത്തോളം ആയിരിക്കും, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാവും ഡാം തകർന്നു കഴിഞ്ഞാൽ? ഡാം തകർന്നു കഴിഞ്ഞാൽ, ബിക്കോസ് ഈ വെള്ളം മാത്രമല്ല, ഇത് 12-13 TMC ആണെങ്കിൽ വെള്ളം വരുന്നത്, അത് 15 TMC മാക്സിമം ഇതിൽ വരികയാണെങ്കിൽ. പക്ഷേ താഴോട്ട് വരുന്ന എല്ലാ ഡാംസും തകരുമ്പോൾ 120 TMC ആയി മാറും. അപ്പൊ അത്രയും വെള്ളം വരുമ്പോൾ ഇവൻ 2 TMC പൊട്ടുമ്പോൾ ഒരു സിറ്റിയൊക്കെ ഒലിച്ചു പോകാറുണ്ട്. അപ്പൊ ഇത് ഒരു വൈഡ് ഏരിയ, 2 TMC പൊട്ടിയ കേസസിൽ പോലും ഒരു സിറ്റിയെ തകർക്കാൻ അത് മതി. ഓക്കെ, ചൈനയിൽ ബാങ്ക്വി ഡാം പൊട്ടിയപ്പോ എത്രയാണ്, 2.7 lakhs മനുഷ്യരാണ് മരിച്ചത്. ചൈനീസ് ഇതല്ലേ, പക്ഷെ അവരെല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന പാർട്ടി ആയതുകൊണ്ട് നമുക്ക്
കൃത്യം പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ എത്ര പേര് മരിച്ചാലും നമ്മൾ അറിയില്ല. പക്ഷെ ഡാം തകരുമ്പോൾ അതിന്റെ ഇഷ്യൂ ഇപ്പൊ ഈ 120 TMC ആണെങ്കിൽ അത് സിമ്പിളായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഏരിയ കവർ ചെയ്യുന്ന 100 കിലോമീറ്റർ 100 കിലോമീറ്റേഴ്സ് ബൈ 11 കിലോമീറ്റേഴ്സ് ബൈ 10 ഫീറ്റ് 10 ഫീറ്റിലാണ് വരുന്നതെങ്കിൽ ഇപ്പൊ ഈ ആ ഇടുക്കി ഡാം എത്തുന്നതിന് മുമ്പുള്ള പ്രദേശത്തൊക്കെ ചിലപ്പോൾ 30 അടി 40 അടി ആയിട്ടായിരിക്കാം. പക്ഷെ താഴോട്ട് വരുമ്പോൾ അത് സ്പ്രെഡ് ഔട്ട് ആവില്ല. സ്പ്രെഡ് ഔട്ട് ആയി ഒരു 100 കിലോമീറ്റർ നമ്മൾ സ്പാനിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 11 കിലോമീറ്റേഴ്സ് ആയിരിക്കും മറ്റേ സൈഡ്. അപ്പൊ അതുകൊണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരിക്കുന്നവര് അത് ചാൻസ് അത് ദൈവം രക്ഷിച്ചാൽ എന്തെങ്കിലും. ഞാനിപ്പോ ശരിക്കും പറഞ്ഞ ഇത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ഒന്ന് ആശ്വസിച്ചായിരുന്നു, അയ്യോ ഇത് പൊട്ടുവോ. പക്ഷെ എന്നാലും ഞാനൊരു 10 നില കെട്ടിടത്തില് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 10 ഫ്ലോർ ഉണ്ട്. അതുകൊണ്ട് ഒരു അയ്യോ ഞാൻ സേഫ് ആയിരിക്കുമോ എന്ന്. നമ്മളെല്ലാം സെൽഫിഷ് ആണ് ബൈ നേച്ചർ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇതാണ് ചിന്തിക്കുക, ഇമ്മീഡിയറ്റ് തോട്ട് വരുന്ന അതാണ്. പക്ഷെ പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായി അതൊട്ടും സേഫ് അല്ല. ബിക്കോസ് എടുത്ത് വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടെ ഡാം പൊട്ടിയിട്ടുണ്ടെങ്കിലും ആ വെള്ളം ഹൈ റൈസ് ബിൽഡിങ്സിനെയൊക്കെ തകർത്താണ് പോകുന്നത്, ക്യാരി ചെയ്ത് പോകും. കോൺക്രീറ്റിന്റെ കഷ്ണങ്ങളെ ബാക്കിയുള്ളൂ. ഇത് നമ്മുടെ ഇപ്പോ ഇവിടെ ഉരുൾപൊട്ടിയില്ലേ വയനാട്ടില്, അത് കഴിഞ്ഞ ആ പ്രദേശത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, വീടുകളിലെല്ലാം കാണാനുണ്ടോ, എല്ലാം പോയില്ലേ. അതുപോലെ ക്ലീൻ ആക്കി പോകാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആണിത്. വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ WMD ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഒരു ഡാം ഫെയിലിയർ. ഓ അത് ശരി. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ വയനാടിനെ എടുക്കുമ്പോഴാണല്ലോ അതിന്റെ ആ ഉത്ഭവം നമ്മൾ കാണുവാണെങ്കിൽ വളരെ പൊട്ടുപോലെ ചെറുതായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വരും തോറും വ്യാപ്തി കൂടി 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 വരുന്നു. അതുപോലെ തന്നെയാണ് സെയിം അല്ലേ? അതെ, ബിക്കോസ് ഇത് 850 അടി ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അതാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ റസൽജോയ് വിളിച്ചു പറയുമ്പോൾ എല്ലാവരും ഭയങ്കര പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി അത്രയും ടൈംസ് ഒരു ആറ്റം ബോംബ് തന്നെയാണ്. പിന്നെ അത് ഒഴുകി വരുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. പക്ഷെ ആ ഫോഴ്സ് കാരണം ആ വരുന്ന സ്പീഡ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പൊ 2-3 മണിക്കൂറിനുള്ളിൽ കൊച്ചിയൊക്കെ എത്തും, അല്ല ടൈം എടുക്കില്ല അതിന്. ശരിക്കും ഇതൊരു ടൈം ബോംബ് തന്നെയാണല്ലേ സർ? ശരിക്കും ഒരു ബോംബാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഹൈറ്റിൽ പോയി ഒരു ഡാം പണിയുന്നത് തന്നെ ഏറ്റവും വലിയ വിടുത്താണ് ആ ഒരു എർത്ത് ക്വേക്ക് സോണിൽ. അപ്പൊ ഒരു കാരണവശാലും ഒരു ഡാം അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. ബിക്കോസ് നേച്ചറിന്റെ ഫോഴ്സസ് ഇപ്പൊ നമുക്ക് അറിയാം എത്ര ഹൈ ആന്നുള്ളത്. പക്ഷെ സാർ അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാരെല്ലാം പറയുന്നത് ഈ ഡാം ഉടൻ തന്നെ ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഡീകമ്മീഷൻ എന്ന് പറയുന്നതിനുണ്ടല്ലോ സാധാരണക്കാർ ഇപ്പൊ ഞങ്ങൾ പോലും അല്ല ആദ്യം നമ്മൾ വിശ്വസിച്ചിരുന്നത് എന്താണ് ഡീകമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? പുതിയൊരു ഡാം. അപ്പൊ അത് ഒരിക്കലും ശരിയല്ലെന്നാണ് സാർ പറയുന്നത് അല്ലേ? ഒരിക്കലും ശരിയല്ല. നമ്മള് അടുത്തൊരു ജനറേഷനോ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ പോലും പറയാൻ പറ്റില്ല. ഒരു പുതിയ ഡാം പോലും ഈവൻ കമ്മീഷനിങ് സ്റ്റേജിൽ വരെ പൊട്ടാം, അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് എർത്ത് ക്വേക്ക് സോൺ ആണ്. ഇതൊരു ഹ്യൂജ് കാച്ച്മെന്റ് ഏരിയ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, മഴയുടെ പാറ്റേൺ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അതെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ ഹൈ വാട്ടർ ലെവൽ പെട്ടെന്ന് കൂടി വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയില്ല. ഇപ്പൊ എത്ര സേഫ്റ്റി ഇൻകോപ്പറേറ്റ് ചെയ്താലും ഒരു എർത്ത് ക്വേക്ക് എത്ര എർത്ത് ക്വേക്ക് വരെ താങ്ങാൻ പറ്റുന്ന ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? നല്ലൊരു എർത്ത് ക്വേക്ക് വന്നാലും അത് താങ്ങുമോ? സ്ട്രെയിറ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യാം. ഇത് ബിക്കോസ് ഇത് നമ്മുടെ കേരള റവന്യൂ റെക്കോർഡ്സിൽ തന്നെയുണ്ട്. ഇതൊരു ഫോൾട്ട് ലൈനിലാണ് റിസർവോയർ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്, സിറ്റുവേറ്റ് ചെയ്തത്. ഇതിന് ചുറ്റും ഒരു 22 ഫോൾട്ട് ലൈൻസ് ആണ് ഉണ്ട്. ഫോൾട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ എർത്ത് ക്വേക്ക് നടക്കുന്ന ലൈൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ എർത്ത് ക്വേക്സ് ഓൾറെഡി നടന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. 4.55 വരെയുള്ള എർത്ത് ക്വേക്സിന്റെ ഓൺ റെക്കോർഡ് ഉണ്ട്. നമുക്ക് ഈ ഡീകമ്മീഷനെ പറ്റി കൂടുതൽ കുറച്ചും കൂടെ നമുക്ക് അറിയണം. അപ്പൊ അതിനു മുൻപായിട്ട് ഇപ്പം അതായത് ഈ 1980-ലല്ലേ ഇതിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നത് തമിഴ്നാട് അല്ലേ? അത് കഴിഞ്ഞപ്പോ 40 വർഷമായില്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഒരു അവലോകനത്തിനെ പറ്റി സാറൊന്ന് പറയാമോ? അതെന്താണ് അന്ന് യഥാർത്ഥത്തിൽ മേളിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി അല്ലേ? അവരങ്ങനെയാണല്ലോ അവകാശം പറയുന്നത് തമിഴ്നാട്. ഗുരുത്വാകർഷണം ഒന്നുകൂടെ കൂട്ടി എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ അവര് ചെയ്തേക്കുന്നത് കുറച്ചും കൂടെ വെയിറ്റ് കൂട്ടി കൊടുത്തു. മുകളിൽ ഒരു കോൺക്രീറ്റ് ക്യാപ്പ് കൊടുത്തു. അപ്പൊ വെയിറ്റ് കൂട്ടി. അപ്പോ ഓവർ ടേൺ ചെയ്യാനുള്ള ഫോഴ്സ്. അപ്പൊ കുറച്ച് അതിന്റെ ഉദ്ദേശം എന്താണ്?
കുറച്ചും കൂടെ ഹയർ വാട്ടർ ലെവൽ വന്നാൽ അത് ഓവർടേൺ ചെയ്യാനുള്ള ടെൻഡൻസി കുറയ്ക്കാനാണ് വെയിറ്റ് കൊടുത്തേക്കുന്നത് മുകളിൽ. പിന്നെ ആ വെയിറ്റിനെ കുറച്ചും കൂടെ താഴേക്ക് പിടിപ്പിക്കാൻ വേണ്ടി ഹോള് ഡ്രില്ല് ചെയ്തു, ഒരു 9 അടി ഗ്യാപ്പ് ഇട്ട്. 9 അടി ഗ്യാപ്പ് ഇട്ട് 4 ഇഞ്ചിന്റെ ഹോള് ഡ്രില്ല് ചെയ്ത് അതില് കമ്പി 6 mm റോഡ്സ് ഇറക്കി അതിലേക്ക് താഴെ വരാൻ. അത് ഈ വെയിറ്റിനെ താഴേക്ക് പിടിപ്പിക്കാനാണ്. പക്ഷെ അവിടെ വീക്ക്നെസ് ഉണ്ട്. ഒരു വീക്ക് ഫൗണ്ടേഷനിൽ എങ്ങനെ അവർ പിടിപ്പിക്കും, അതിനുള്ള ടെക്നോളജി ഇല്ല. ഈ കമ്പനി ഇത് ചെയ്ത സിമെന്റേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. സെം ഇന്ത്യ എന്നൊരു കമ്പനി. സിമെന്റേഷൻ UK എന്ന് പറഞ്ഞൊരു വേൾഡ് വൈഡ് ഒരു മൾട്ടിനാഷണലിന്റെ ഒരു ഭാഗമാണിത്. അപ്പൊ അവർ പ്രഷർ ഗ്രൗട്ടിങ്ങിലാണ് സ്പെഷ്യലിസ്റ്റ്. വേൾഡ് പല ഇതിലും ഡാംസിലും എല്ലാം പ്രഷർ ഗ്രൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ പ്രഷർ ഗ്രൗട്ടിങ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇവര് റിഫ്യൂസ് ചെയ്തു ചെയ്യാൻ. അവർ പറഞ്ഞത് ഇത് ഭയങ്കര അൺസേഫ് ആണ്, അവർ ചെയ്യില്ല. തമിഴ്നാട് ഗവൺമെന്റ് ഇൻ റൈറ്റിംഗ് എഴുതി കൊടുത്താൽ മാത്രമേ ആ റിസ്ക് തമിഴ്നാട് ഗവൺമെന്റ് എടുത്തിട്ട് എഴുതി കൊടുത്താൽ മാത്രമേ ചെയ്യും. അപ്പൊ പിന്നെ അത് വിട്ടു. അത് സാർ അവിടെയാണ് സാർ ഈ മലയാളികൾക്ക് പോലും ഒരു ഡൗട്ട് ഉള്ള ഒരു കാര്യം. അതായത് സാർ ഇപ്പം പറഞ്ഞു 9 അടി ഗ്യാപ്പിൽ, ഇപ്പോൾ ഇത് ഡാമാണെങ്കിൽ 9 അടി ഗ്യാപ്പിൽ ഇങ്ങനെ ഡ്രില്ല് ചെയ്തെന്നാണല്ലോ പറയുന്നത് അല്ലേ? അപ്പം ഇങ്ങനെ ഡ്രില്ല് ചെയ്യുമ്പം ഓൾറെഡി മേളിൽ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ 9 അടിയിൽ ഈ ദ്വാരത്തിലൂടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണമായിട്ട് ഇത് എന്താ പറയാ, കോൺക്രീറ്റ് ഫില്ല് എന്ന് പറഞ്ഞാൽ ആ ഹോള് നിറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് ഒഴിച്ചത്, മനസ്സിലായോ? പക്ഷെ പൊത്തുകൾ ഉള്ളതുകൊണ്ട് ചില ഹോൾസിൽ, സാധാരണ ഹോളിൽ 4-5 ചാക്ക് സിമെന്റ് ആണ് ആവശ്യമെങ്കിൽ ചില ഏരിയയിൽ 100 ചാക്ക് വരെ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പൊത്തുകൾ ഉള്ളതുകൊണ്ട് ആ പൊത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള. അപ്പൊ ഇത് ശരിക്കും ഇത് ഈ ചെയ്തേക്കുന്നത് ഓൺലി ഇത് ആ മുകളിലത്തെ വെയിറ്റും താഴെയായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? ബിക്കോസ് ഡാമിന്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയും വലിയ ഡാം ആണെങ്കിൽ അതിന്റെ ഈ ഒരു എൻഡിൽ മാത്രമാണല്ലോ ഇത് ചെയ്യുന്നത്. അതും 9 അടി ഗ്യാപ്പ്, 9 അടിയില് ചില പോയിന്റ്സിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. ഇതിന്റെ ഓൺലി ഇന്റൻഷൻ ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ല ഇതിനകത്തുള്ള പൊത്ത് ഫില്ല് ചെയ്യാനില്ല. പൊത്ത് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ 100-ൽ 1% ഏരിയ പോലും ഇത് കവർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട്. അത് മാത്രമല്ല ഈ ഡ്രില്ല് ചെയ്യുന്നതുകൊണ്ട് അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് ഈ ഡ്രില്ല് ചെയ്യുന്ന മുഴുവൻ ആ അപ്സ്ട്രീം ഫ്രണ്ട് വാളിലാണ്, ആ വാളിനെ വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത് ഡ്രില്ലിംഗ് കൊണ്ട്. അതായത് ഈ ഹോളിനകത്ത് നിറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം നിറയുന്നില്ലെന്നായിരുന്നല്ലേ പറയുന്നത്, ഈ കോൺക്രീറ്റ് അതിനകത്തേക്ക് പോയി. അതെ, ഇതെല്ലാം ഈ വർക്ക് ക്യാരി ഔട്ട് ചെയ്ത് മോണിറ്ററിംഗ് എഞ്ചിനീയറിന്റെ റെക്കോർഡാണ്. ഓ അത് ശരി. അതുപോലെ തന്നെ ഈ സാറിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ക്വാറികളെ പറ്റി അല്ലേ? അപ്പൊ ഈ ക്വാറികളെ പറ്റി, ഈ ക്വാറികളും അതുപോലെ തന്നെ ഈ ഡാമും അത് തമ്മിൽ എന്താണ് സാർ ബന്ധം, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ എർത്ത് ക്വേക്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പൊ RIS റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വേക്സ് ഉണ്ട്. RIS എന്ന് പറഞ്ഞാൽ റിസർവോയർ ഇൻഡ്യൂസ്ഡ് സെയ്സ്മിസിറ്റി. ജസ്റ്റ് ആ വെള്ളം അത്രയും ഏരിയയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ എർത്തിന്റെ താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മൂവ്മെന്റ് കോസ് ചെയ്യാം, സ്ലിപ്പേജ് എല്ലാം ഹാപ്പൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ക്വാരീസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ക്വാറി അലൗഡ് അല്ല ഇങ്ങനത്തെ ഏരിയയിൽ. പക്ഷെ ഇവിടെ 50 ക്വാറി കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 15 എണ്ണമെങ്കിലും ഒഫീഷ്യലായിട്ട് ഓൺ റെക്കോർഡ് ഉണ്ട്, ബാക്കിയെല്ലാം അൺഒഫീഷ്യലാണ്. അതുപോലെ തന്നെ അപ്പൊ ഈ ക്വാറി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ ചോദിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോ സപ്പോസ് തേങ്ങ ഉടയ്ക്കുമ്പോ ആദ്യത്തെ അടിയിലൊന്നും പൊട്ടില്ലല്ലോ. ഒരു 4-5 അടി അടിക്കുമ്പോൾ ഏത് അടിയിലാണ് പൊട്ടുന്നത് നമുക്ക് പറയാനും പറ്റില്ല. അതൊക്കെ പിടിക്കാൻ പറ്റുമോ? അപ്പൊ ഓരോ അടി കഴിഞ്ഞിട്ടും നമുക്ക് അത് പൊട്ടുന്നതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ ഓരോ അടിക്കും ഒരു ഇമ്പാക്ട് അതിലുണ്ടോ? യെസ്. അപ്പൊ ആ അവസാനത്തെ അടിയിലാണോ അത് പൊട്ടിയത്? എല്ലാ അടിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നല്ലോ. ആ ടോട്ടൽ ഇമ്പാക്റ്റിലല്ലേ പൊട്ടിയിരിക്കുന്നത്. അപ്പൊ ഓരോ ക്വാരിയിലും ഓരോ ഡിറ്റോനേഷൻ നടക്കുമ്പോൾ അതിന് ആ സറൗണ്ടിങ് എർത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഞാൻ ഒരു സ്റ്റഡി കണ്ടത്, ഓൺ ലാൻഡ് സ്ലൈഡ്സിനെ പറ്റി ഒരു സ്റ്റഡി കണ്ടത്. ടോട്ടൽ ലാൻഡ് സ്ലൈഡ്സ് നടന്നതിൽ 65% കേസിലും
ഒരു 1 or 2 കിലോമീറ്റർ ഏരിയയിൽ വിതിൻ 2 കിലോമീറ്റേഴ്സ് ഒരു ക്വാറി ഉണ്ടായിരുന്നു എന്നുള്ള. അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ആ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടെന്നുള്ള ക്ലിയർ ആണ്. ബിക്കോസ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹൈ റെയിൻ കൊണ്ട് മാത്രമാണ് ലാൻഡ് സ്ലൈഡ് നടക്കുന്നതെന്ന്. അല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട്. സോയിൽ പൈപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ അത്രയും ട്രീസ് പോയതിന്റെ ഇമ്പാക്ട്, അതിന്റെ വേരൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത അടിയിൽ പൊത്തുകളുണ്ട്, അവിടെയൊക്കെ സോയിൽ പൈപ്പിംഗ് നടക്കും. അത് വൺ ഇമ്പാക്ട് ആണ്. ഈ ക്വാരി ഡിറ്റനേഷൻ വളരെ ഇമ്പാക്ട് ആണ്. ഈവൻ ബിൽഡിംഗ് പണിയുന്നതിന്റെ ഇമ്പാക്ട് ഉണ്ട്. ഇതൊക്കെ കാരണങ്ങളാവല്ലേ സർ ഇതിലോട്ട്? ആ ബിൽഡിങ്ങിന്റെ ആ സ്ലോപ്സിലൊക്കെ ആ എക്സ്ട്രാ വെയിറ്റ് വരുന്ന ആ ഇമ്പാക്ട് തന്നെ വരും. അതെല്ലാം കോൺട്രിബ്യൂട്ട് ടു ലാൻഡ് സ്ലൈഡ്, എർത്ത് ക്വേക്ക് എല്ലാം. സാർ അതുപോലെ തന്നെ ഒരു ഡൗട്ടേ, ഈ ഡാം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡാം പണിയുമ്പം ഈ ഭൂകമ്പത്തെ അതിജീവിക്കാനുള്ള രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു സംഭവമില്ലേ? അത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല അല്ലേ? അങ്ങനത്തെ ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞ 10, 30, 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് അങ്ങനത്തെ ടെക്നോളജി ഇല്ല. പിന്നെ അത് പോട്ടെ, സാധാരണ ഒരു ഡാമിന് കൊടുക്കേണ്ട ഒരു ഇതുപോലും അതിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഫൗണ്ടേഷൻ അത്ര വീക്കാണ്. പക്ഷെ ഇതൊന്നും സാധാരണക്കാരായിട്ടുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ. കാരണം ഇതിനെപ്പറ്റിയുള്ള പ്രധാനമുള്ള അങ്ങനെയുള്ള ശരിക്കും ഒരു പഠനം ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും ആളില്ലാത്തത് കൊണ്ടും കൂടി ആയിരിക്കാം. അതൊരു വലിയ സാറിപ്പോൾ പറയുന്ന വലിയൊരു ഉപകാരമാണ്. എല്ലാവർക്കും അതൊരു ഇതെല്ലാം അറിയാനും അല്ലേ സാധിക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞാനിപ്പോ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ശരിക്കും ആർക്ക് വേണമെങ്കിലും, അതിനൊരു എഞ്ചിനീയർ ആവണ്ട, ഒന്നും ആവണ്ട, ശരിക്കും ഒന്ന് ഇരുന്ന് മെനക്കെട്ടാ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ് സാർ. അപ്പൊ അതായത് നമുക്കിനിയിപ്പം എന്താണ് ഇതിനൊരു ഒരു പോംവഴി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്? പോംവഴി ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും വലിയൊരു പൊസിഷൻ നമ്മുടെ തലയിൽ കിടക്കുമ്പോൾ അത് മാറ്റി വെക്കുക. ഇപ്പോൾ വാട്ടർ ലെവൽ കുറയ്ക്കുക, എത്രയും പെട്ടെന്ന് വാട്ടർ ലെവൽ കുറയ്ക്കുക. ഇപ്പോൾ തമിഴ്നാട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന വാട്ടർ ലെവൽ കൂട്ടാനാണ്. ബിക്കോസ് അവർക്ക് ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം വേണം, അവർക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം എടുക്കാൻ കിട്ടണം. അതിന് വേണ്ടി അതാണ് ഇപ്പോൾ 142 കൊട വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് അത് വാട്ടർ ലെവൽ മാക്സിമം കുറയ്ക്കുക, പതുക്കെ ഡീകമ്മീഷൻ ചെയ്യുക. അപ്പോൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ വഴികളുണ്ട്. ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വരെ വെള്ളം എത്തിക്കാൻ ഒരു പാടില്ല, വേറെ വഴി കൂടെ കൊടുക്കുക. അല്ല, ഈ ഡാമിൽ തന്നെ വേണമെന്ന് അവർക്ക് വാശിയില്ലല്ലോ, അവർക്ക് വെള്ളം കിട്ടിയാൽ പോരെ. അത് മാത്രമല്ല, ഈ ഡാം പൊട്ടിയ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നതൊക്കെ മലയാളിയാണ്. ബിക്കോസ് ഇത്രയും പേര് ജീവൻ പോവും, സ്വത്ത് പോവും, എല്ലാം പോവും. സ്റ്റേറ്റ് തന്നെ പോവും. സ്റ്റേറ്റ് പകുതിയോ 2 പകുതിയായി മാറും. പക്ഷേ അതുപോലെ ശ്രീധരൻ സാർ പറഞ്ഞേക്കുന്ന ആ ഒരു പോംവഴി എത്രമാത്രം പോസിബിൾ ആണ് സാർ? അല്ല, അതിനു മുമ്പ് അത്രയും തന്നെ ഇമ്പാക്ട് ആ 5 ഡിസ്ട്രിക്ട്സിലുണ്ടാവും. തമിഴ്നാട്ടില് 100 വർഷമായിട്ട് ഇത്രയും വെള്ളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അവർക്ക് ആ വെള്ളം കിട്ടുമോ? ഇത് പൊട്ടി കഴിഞ്ഞാല്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെയും പറ്റിയിരിക്കുന്ന, അവിടെ ഗവൺമെന്റ് അവരെ കളിപ്പിച്ചു വെച്ചേക്കുന്ന ഇത് സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ജനം ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയും. അതെ, അവിടെയും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് സേഫ് ആണെന്നാണ്. അപ്പൊ മലയാളി വെറുതെ കടന്ന് വെള്ളം വെക്കാണ്. അതെ അതെ. ഓ, അതുപോലെ തന്നെ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്. അപ്പൊ ഈ മെട്രോമാൻ, അതായത് ശ്രീധരൻ സാറ് പറഞ്ഞ കാര്യത്തിൽ എത്രമാത്രം പോസിബിൾ ആണ് നമ്മൾ ഈ പൈപ്പിട്ട് അവർക്ക് ജലം എത്തിക്കാം പുതിയൊരു അല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പൊ തന്നെ ഒരു ടണൽ വഴിയാണല്ലോ തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കപ്പാസിറ്റി കുറവാണ്. പിന്നെ അതിന് ഷട്ടർ ഉണ്ട്, അവരാവശ്യമുള്ളപ്പോഴേ വെള്ളം കൊണ്ടുപോകുള്ളൂ. ആ ഇത് ചിലപ്പോൾ കുറച്ചും കൂടെ ലോവർ ഹൈറ്റിൽ, ഇതിലും കുറച്ചും കൂടെ താഴെ കുറച്ചും കൂടെ വലിയ ടണൽ വേണ്ടി വരികയായിരിക്കും വെള്ളം കൂടുതൽ കൊണ്ടുപോകാൻ, വാട്ടർ ലെവൽ കുറയ്ക്കണമെങ്കിൽ. പിന്നെ അതൊരു ഷട്ടർ ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യണം. വെള്ളം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം, എന്നാലേ വെള്ളം വാട്ടർ ലെവൽ താഴെ നിൽക്കുള്ളൂ. അവിടെ സ്റ്റോറേജ്. ഒരു കാര്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ഡീകമ്മീഷൻ എന്താ? ഡീകമ്മീഷൻ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡീകമ്മീഷൻ ഇപ്പം എല്ലാവരും മുദ്രാവാക്യം വരെ, ഞങ്ങളിവിടെ ഇടുക്കിക്കാരാണ് ഞങ്ങൾ, അപ്പോൾ ഞങ്ങൾ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നത് ഉടൻ തന്നെ ഡീകമ്മീഷൻ ചെയ്യണമെന്ന്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് അറിയത്തില്ല എന്താണ് ഡീകമ്മീഷൻ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയൊരു ഡാം അല്ലെങ്കിൽ വെള്ളം വറ്റിച്ചിട്ട് അത് പൊളിച്ചാൽ ഇതെങ്ങനെ സംഭവം? അതിനെപ്പറ്റി ഒന്ന് പറയുമോ സർ? അൾട്ടിമേറ്റ്ലി ഡീകമ്മീഷനിങ് വെള്ളം വറ്റിച്ച് പൊളിച്ചു കളയാന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഡീകമ്മീഷനിങ്. പക്ഷെ വെള്ളം വാട്ടർ ലെവൽ കുറയും തോറും റിസ്ക് കുറയാണ് നമുക്ക്. ഈവൻ ഒരു 100 അടി താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും റിസ്ക് കുറഞ്ഞു.
നമുക്ക് റിസ്ക് അത്രയും കുറഞ്ഞു. പക്ഷേ അതിനുള്ളിൽ നമ്മൾ ഓരോ വെള്ളം അങ്ങോട്ട് കണ്ടിന്യൂസ് പോകാനൊരു പ്രൊവിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഡീകമ്മീഷൻ ചെയ്യാൻ ഒരു പാടില്ലല്ലോ. ഇപ്പൊ തമിഴ്നാടിന്റെ പ്രശ്നം എന്താ? വെള്ളം കിട്ടണം. വെള്ളം കിട്ടാൻ ഇഷ്ടംപോലെ വഴിയുണ്ട്. ഇപ്പൊ റസൽ ജോയ് പറഞ്ഞ സൊല്യൂഷൻ കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം എന്നാ, പൈപ്പ് വഴി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ, അത് സൊല്യൂഷനാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ ശ്രീധരൻ പറയുന്ന ഒരു ടണ്ണും കൂടെ കൊടുക്കാൻ. ചിലപ്പോ കേന്ദ്ര ജല കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് 1 ഇയറിന്റെ ഉള്ളിൽ സുരക്ഷാ പരിശോധന കംപ്ലീറ്റ് ചെയ്യണം തമിഴ്നാടിനോട്. അപ്പോൾ ഇത് തമിഴ്നാട് അവരെന്നെയാണ് വിദഗ്ധ സമിതി കാര്യങ്ങളൊക്കെ നിയമിക്കുന്നത് അല്ലേ? അപ്പൊ ശരിക്കും ഇവിടെ ഉള്ളവര് ഓക്കെ ആണോ അത് പരിശോധിക്കാനൊക്കെ, അതോ പുറത്തുനിന്നുള്ള ആളുകൾ വരേണ്ട ആവശ്യകതയുണ്ട്? വിദേശീയ എന്ത് തോന്നുന്നു? ഇപ്പൊ നമ്മുടെ ഇടുക്കി ഡാം ഒക്കെ പണിതിട്ടുള്ളത് കനേഡിയൻ എഞ്ചിനീയേഴ്സ് ആണല്ലോ, പുറത്തുനിന്ന് വിദേശത്ത് നിന്നുള്ളവരാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളവർ പരിശോധിച്ചാൽ ശരിയാവില്ല എന്നാണ്. അപ്പൊ സാറിന്റെ അഭിപ്രായം കൂടി. ഇവര് തന്നെയാണല്ലോ ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ്. അതെ, ഈ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിൽ കൂടെ നടന്ന് ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് തിരിച്ചു പോവാ, ഓൾ ഓക്കെ എന്ന് പറയാം. ഈയിടെ ഓക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു 12 കൊല്ലമായിട്ട് CWC ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ലെന്നുള്ളത്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ. അപ്പൊ സുപ്രീം കോടതി 1 കൊല്ലം ടൈം കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എത്രമാത്രം ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കട്ടെയാണ്. ഒരു മഴ ഈ നിയമപരവും രാഷ്ട്രീയപരമായുള്ള വശങ്ങൾ എന്തൊക്കെയാണ് സാർ? അതുകൊണ്ട് ഒന്ന് പറയൂ. ഇത് സിമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഓർഡർ തന്നെ വന്ന് ഫ്ലോഡ് ആണ്, ഭയങ്കര ഫ്ലോ ആണ്. ബിക്കോസ് അവര് അതിൽ പറഞ്ഞ 2 കാര്യങ്ങൾ. റെസ് ജുഡിക്കേറ്റ എന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2006 ഒരു ഓർഡർ പാസ്സാക്കിയത് അങ്ങനെ അതിനെ നിലനിൽക്കണം കാലാകാലം നിലനിൽക്കുന്ന ഒരു ഓർഡർ ഒരു ഏജിങ് ഇൻഫ്രാസ്ട്രക്ചറിന് എങ്ങനെ അപ്ലിക്കബിൾ ആവും? ഒരു കാലത്തും പറ്റില്ല. ഭയങ്കര ശുദ്ധ മണ്ടത്തരവും തെമ്മാടിത്തരം എന്ന് പറയാം. ബിക്കോസ് പഴക്കം ചെയ്യുന്തോറും അതിന്റെ ഫെയിലിയർ റിസ്ക്കും എല്ലാം കൂടുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എവാലുവേറ്റ് ചെയ്യണം. ഒരു ഓർഡർ ഒരിക്കൽ പാസ്സാക്കി, ഇപ്പൊ 2006 പാസ്സാക്കിയ സേഫ് ആണ് അറ്റ് ദ സൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും സേഫ് ആണെന്നാണ് അർത്ഥം? ഒരിക്കലും അല്ല അല്ലേ? അപ്പൊ അത് എന്തിന്റെ ബേസിലാണ് ഇങ്ങനെയൊക്കെ ഓർഡേഴ്സ് പാസ്സാക്കുന്നത്? പിന്നെ ആ ഓർഡറിൽ പറഞ്ഞേക്കുന്നു സപ്പോസ് ഇത് ഫെയിൽ ചെയ്താൽ കൂടെ ഇടുക്കി ഡാം താങ്ങും എന്ന്. അപ്പൊ അതിന്റെ ഇടയിലാണ് നിങ്ങളൊക്കെ താമസിക്കുന്നത്. തീർച്ചയായിട്ടും മിനിമം 1 ലക്ഷം പേരെങ്കിലും അവിടെ ഇല്ലേ ആ ഏരിയയില്? 1 ലക്ഷം പണ്ട്. അത് സാറി തീർച്ചയായിട്ടും ഇതിന്റെ ഏറ്റവും വലിയൊരു സങ്കടകരം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വക്കീലാണല്ലോ പറയുന്നത് അവിടെ ചെന്ന് ഇത് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് അല്ലേ? യെസ്, അതാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് പറയുന്നത്. അതെല്ലാം പഠിച്ചപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് കൂടുതൽ മനസ്സിലായത്. ടെക്നിക്കലിനപ്പുറം ഇത് പൊളിഞ്ഞോട്ടെ എന്നൊരു വശം നിൽക്കുമ്പോ ആരെങ്കിലുമൊക്കെ മുമ്പോട്ട് വരാതെ ഇതിലൊരു സൊല്യൂഷൻ വരില്ലെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ജനം ഉണരാതെ ഇത് ഡിമാൻഡ് ചെയ്യാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ല, നമ്മുടെ മുകളിലുള്ളവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങള് ഈ പൊതുജനങ്ങള് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അണ്ണാൻകുഞ്ഞനും തന്നാലേ എന്നൊരു പഴയ ചൊല്ലില്ലേ മലയാളത്തില്? അത് രാമായണത്തിൽ നിന്ന് വന്നതല്ലേ അല്ലേ? ഒരു അണ്ണാൻകുഞ്ഞിന് പോലും ചെയ്യാൻ പറ്റുമെങ്കിൽ സാധാരണ ജനം എന്തുകൊണ്ട് വിചാരിക്കുന്ന അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്? ആ ചിന്താഗതിയാണ് ഏറ്റവും വലിയ മാറ്റേണ്ടത്. പിന്നെ നമ്മുടെ മുകളിൽ ഭരിക്കുന്നവരെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നുള്ള ചിന്തയും മാറ്റണം. ഇത് രണ്ടും എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴും ഇപ്പോൾ റസൽ ജോയുടെ പെറ്റീഷൻ, ഓക്കെ, അതിനകത്ത് ഒരു മട്ടത്തരമുണ്ട്. ഡാം അന്ന് 2012 ചെയ്തുകൊണ്ട് പുതിയ ഡാമിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിവേ ഇറ്റ്സ് അഡ്രസ് ടു ദ പ്രൈം മിനിസ്റ്റർ ടു ടേക്ക് ആക്ഷൻ. ആ പെറ്റീഷൻ ആർക്കെങ്കിലും സൈൻ ചെയ്യാലോ? 20 ലക്ഷം പേരെ ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ളൂ. കേരളത്തിന് എത്ര ജനമുണ്ട്? 3.5 കോടി. ആ 3.5 കോടി ജനവും ഇതിൽ സൈൻ ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇറ്റ് വിൽ ബ്രിങ് ദ അറ്റൻഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഹി കനോട്ട് ഇഗ്നോർ ഇറ്റ്. ഫുൾ പേര് സൈൻ ചെയ്താൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം അതാ. ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ പെറ്റീഷൻ വരും. 20 ലക്ഷം പേരെങ്കിലും സൈൻ ചെയ്തിട്ടുള്ള പെറ്റീഷൻ, അത് സൈൻ ചെയ്യാം. അതൊരു കാര്യം. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ 9-ാം തീയതി ഒരു ജാഥ നടക്കുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 15-ന് ഒരു
ഇതുണ്ടായിരുന്നു, എല്ലാ പാലങ്ങളിലും ഒരു ഡെമോൺസ്ട്രേഷൻ. ഞാൻ ആലുവ പാലത്തിന് അവിടെ പോയ വൈഫിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പ്ലക്കാർഡൊക്കെ പിടിച്ച് നിന്നായിരുന്നു. അതെ. പക്ഷെ നമ്മുടെ കുറച്ച് ഇവിടെ പേര് വന്നു, സപ്പാത്ത് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഒരു മീഡിയ അറ്റൻഷൻ അതിലില്ലായിരുന്നു. ഇല്ല. അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടെ ഇങ്ങനെ ഓരോ ഒക്കേഷൻ വരുമ്പോഴും കുറച്ചും കൂടെ ലാർജ് നമ്പേഴ്സിനെ നമ്മുടെ ഫ്രണ്ട്സിനെയും എല്ലാം കൂട്ടി അവിടെ ചെല്ലുക ആൻഡ് ഡിമാൻഡ് മീഡിയ അറ്റൻഷൻ. ഇത് പുറത്ത് വരണം, ഇത് ജനത്തിന്റെ പ്രശ്നമാണ്, പേടിയുണ്ടെന്ന് പുറത്ത് വരണം. പിന്നെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ പഠിക്കുക, സിമ്പിളായിട്ട് തള്ളിക്കളയാതെ. പലർക്കും ഇതിന്റെ ഡേഞ്ചർ അറിയത്തില്ല, അല്ലെ ഇഗ്നോർ ചെയ്യുക. പിന്നെ പേടിച്ചിട്ടും കാര്യമില്ല, പക്ഷെ ചെറിയൊരു പേടിയെങ്കിലും വേണം. ഇത് സീരിയസ് ആണ്, മാറ്റർ സീരിയസ് ആണ്. പക്ഷെ നമ്മൾ പേടിച്ചിരിക്കുകയല്ല വേണ്ടിയത്, നമ്മളെ കഴിയുന്ന ആക്ഷൻ നമ്മൾ എടുക്കുക. ഓരോരുത്തരും ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം പണ്ടേ സോൾവ് ആവേണ്ടിയാണ്. ഒരുമിച്ച് നിൽക്കാൻ പഠിക്കണം. രണ്ട് അഭിപ്രായം മാറ്റിയിട്ട് ഒറ്റക്കെട്ടാവണം. ഇപ്പോ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ പലരും പല രാഷ്ട്രീയ, ഫോർ എക്സാമ്പിൾ കേരളയിലെ പൊളിറ്റീഷ്യൻസ് ഒക്കെ എത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ ഡാം വേണം. സിന്ദാബാദ് വിളിക്കുന്ന പോലെ തന്നെ പുതിയ ഡാം. എന്താ കാര്യം? ഒരു ഡാം പണി എത്ര വർഷം എടുക്കും? സാധാരണ ഇത് 5-8 കൊല്ലം എടുക്കും. ഇവിടെ ആകുമ്പോ 10-20 കൊല്ലം വെച്ചോ? അത്രയും കാലം ഇത് നിൽക്കുവോ? ഇമ്പോസിബിൾ. ഫസ്റ്റ് തിങ് ഇസ് ഓൺലി ഡീകമ്മീഷനിങ്. അത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ പാരലായിട്ട് മറ്റേ പണി തുടങ്ങാം, കൂടുതൽ വെള്ളം അവർക്ക് വിടുന്നതിന്. അവർക്ക് കുറച്ച് അവിടെ വെള്ളം എപ്പോഴും എടുക്കുന്നൊന്നുമില്ല, മഴക്കാലത്ത് എടുക്കുകയില്ല. ആ സമയം കൊണ്ട് വെള്ളം ഡൈവേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോഴും പുതിയ ടെക്നീക്സും എല്ലാം വരുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്. പക്ഷെ ഡാം ഇത് വാട്ടർ ലെവൽ കുറയ്ക്കുക, ഈ റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് വളരെ വളരെ അർജന്റ് കാര്യമാണ്. അതിന് ടൈമില്ല, എത്രയും പെട്ടെന്ന്. അടുത്ത വലിയ മഴ വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണിത്. അത് ഫോഴ്സ് ചെയ്യാനുള്ള എല്ലാ മീൻസും നോക്കണം. തീർച്ചയായിട്ടും. ഇത്രയും വിലപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് എഞ്ചിനീയർ ആയ പ്രമോദ് ജോഷ സൈമൺ സാറാണ്. ഒരുപാട് നന്ദി സാർ. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഇതിൻ്റെ തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞു, ഇത് ആർക്കുള്ളതാണ്, ഈ ഡാം ഒരിക്കലും തകരില്ല എന്ന് ഇപ്പോഴും ഉറച്ച് വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് സമൂഹങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ വീഡിയോ. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കാരണം നമ്മളെ സഹായിക്കാൻ ഗവൺമെൻറ് ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കുക, ഈ വിഷയം ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ഈ പ്രമോദ് സാർ പറഞ്ഞേക്കുന്ന ഈ ഓരോ വാക്കുകളും എല്ലാ മലയാളികളുടെ മനസ്സിലും എല്ലാ മലയാളികൾക്കും അയച്ചു കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് മുന്നിട്ടിറങ്ങാം. പ്രമോദ് സാർ ഒരുപാട് നന്ദി. താങ്ക് യു.